പ്രതിരോധം ഈ കേസിൽ ഉണ്ടാവാൻ പാടില്ല, നോർമൽ ആയിരിക്കണം. മിനിമം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അത് ഉരി മണലിൽ എന്ന പോലെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ തളം കെട്ടി നിൽക്കും. അപ്പൊ തളം കെട്ടി നിൽക്കാതിരിക്കാൻ ഡീപ്പിലേക്ക് അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകണം. അതിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യണം. കപ്പാസിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഒരു വോൾട്ടേജ് ഈ എർത്ത് പിറ്റിനും എൻഡിലും കൊടുക്കുകയാണ്. എന്നിട്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ ഇലക്ട്രോണുകൾ ഇതിൽ കൂടെ സഞ്ചരിച്ച് ആ എൻഡിൽ പോയി തിരിച്ചത് ഒരു സർക്യൂട്ട് ഫോം ചെയ്യും ഈ മെഷീൻ വഴി. ഇതാണല്ലോ ഇതിന്റെ ഉറവിടം. അപ്പൊ അവര് തമ്മിൽ പോകുമ്പോൾ എത്രത്തോളം ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളിപ്പോ അതിന്റെ ഇടയിൽ വെച്ചൊരു പോയിന്റ് വെച്ചിട്ട് കുത്തി വിത്ത് റെസ്പെക്ട് ടു പിറ്റിന് അത് കൊടുക്കാനായിട്ട് P1 ആൻഡ് P2. P1 വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. ഇതിന്റെ ഇടയ്ക്ക് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെന്ന് ഇപ്പൊ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, ടെസ്റ്റ് അമർത്തി വെക്കുന്നു. ഇപ്പൊ ഇതിന്റെ വാല്യൂ 75 ഓം ആണ്. ഇത് പറയുന്നത് ബിലോ 5 ഓം ആയിരിക്കണം. ഈ ബിലോ 5 ഓം ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ബിലോ 5 ഓം ആക്കാൻ കഴിയുമെങ്കിൽ അഡീഷൻ ഒരെണ്ണോട് കൊടുക്കണം. അല്ലെങ്കിലും എപ്പോഴും പറയുന്നത് 2 എണ്ണം കൊടുക്കണമെന്നാണ്. കാരണം ഒന്നിന് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് സ്റ്റാൻഡ് ബൈ. അപ്പൊ നമുക്കിവിടെ സ്റ്റാൻഡ് ബൈയും വേണം, മാത്രമല്ല ഇത് ഒരെണ്ണം കൊണ്ട് താങ്ങാൻ കഴിയാത്തതിന്റെ 2 എണ്ണം. ആ മണ്ണിന് കണ്ടിന്യൂറ്റി തരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും, ഒരാൾ മാത്രം പോരാ, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ തങ്ങി കൊടുക്കാൻ പറ്റില്ല, സാറും കൂടെ ഒന്ന് സഹായിക്കണം. നമ്മൾ രണ്ടുപേരും, അപ്പൊ ഈ സാറും കൂടെ സഹായിച്ചു ഇങ്ങനെ എൻഡായിട്ട് കണക്കാക്കിയിട്ട് ഈ പറയുന്ന 5 ഓം ഡിസൈഡ് വാല്യൂ ആയിട്ടുള്ള 5 ഓമിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമുക്ക് ഇവിടെ ഇത്ര 75 നോർമൽ കണ്ടീഷനിൽ ഇപ്പൊ നല്ല മണ്ണാണ്, നല്ല വെള്ളമാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം അത് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇവിടുത്തെ മണ്ണിന്റെ കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് അടി. നല്ല വെള്ളം, ശുദ്ധജലം എപ്പോഴും ഇൻസുലേറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ബെസ്റ്റ് സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, പിന്നെ തുരിശ്, അങ്ങനെയുള്ള മഗ്നീഷ്യം സൾഫേറ്റ്, അങ്ങനെയുള്ള മെറ്റീരിയൽ ഒക്കെയാണ് മണ്ണിന്റെ ഘടനക്കകത്ത് നിന്നുകൊണ്ട് വെള്ളത്തിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും എളുപ്പമായ വില കുറഞ്ഞ സാധനം ഉപ്പായതിന്റെ പേരിൽ എല്ലാവരും ഉപ്പെടുക്കണം. നമ്മൾ വീടുകളിലൊക്കെ ഒരു ചെറിയൊരു കാര്യം പറയാം. നമ്മൾ സാധാരണ കടകളിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴോ ഏതെങ്കിലും കച്ചവടക്കാരതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴോ വീട്ടിൽ തന്നെയോ ഉപ്പ് എന്തോരം എടുക്കണം, ഭക്ഷണത്തിൽ എന്തോരം ഉപ്പ് എടുക്കണം. ഉപ്പ് ആവശ്യത്തിനല്ലോ, എവിടെയെങ്കിലും ആവശ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എർത്തിന്റെ കേസിൽ ഉപ്പിനെ കുറിച്ച് ഒരു ആവശ്യം കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മണ്ണിന്റെ 10% ഈർപ്പം ഉണ്ടാവണം. ഇവിടെ ഈർപ്പം സമ്പന്നമാണ്, എപ്പോഴും മഴയുള്ളതുകൊണ്ട്. അപ്പൊ ആ ഈർപ്പത്തിൽ എന്തുണ്ടാവണം, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവണം. വെള്ളത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഇമ്പ്യൂരിറ്റീസ് എപ്പോഴും 5% ആണ്. എന്ന് പറഞ്ഞാൽ മണ്ണ് 1 മീറ്റർ താഴ്ച, 1 മീറ്റർ നീളം, 1 മീറ്റർ വീതിയുള്ള ഒരു ക്യൂബിക് മീറ്റർ എടുത്താൽ 1450 കിലോഗ്രാം ഉണ്ടാവും. 1450 കിലോഗ്രാം വരുന്ന മണ്ണിൽ 10% വെള്ളം വേണം എന്ന് പറയുമ്പോൾ 154 കിലോഗ്രാം വെള്ളം വേണം. സമ്മർ സീസണിൽ 154 കിലോഗ്രാമിന് ഇക്വലന്റ് ആയിട്ടുള്ള വെള്ളം ഈ കുഴലിലൂടെ ഒഴിച്ചു കൊടുക്കണം ഓരോ സമ്മർ സീസണിൽ. ഇപ്പൊ വരാൻ പോകുന്നു ആ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ 5% ഉപ്പ് വേണം. എന്ന് പറഞ്ഞാൽ 7.5 കിലോ. 154ന്റെ 5% എന്ന് പറഞ്ഞാൽ 7.2 ഇത്രേ ഉള്ളൂ. ഇത് എപ്പോഴും ചെയ്യാതിരിക്കാൻ വേണ്ടി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ എർത്ത് പൈപ്പ് ചെയ്യണ സമയത്ത് ആ സമയത്ത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും, ഉപ്പും പോവും. അതില്ലാതിരിക്കാൻ അതിന് ചുറ്റും ചാർക്കോളിന്റെ ഒരു സറൗണ്ടിങ്സ് മിക്സ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചെറിയ ചട്ടിയിൽ ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ ആ ചട്ടിയുടെ അടിയിൽ കുറച്ച് ചാർക്കോൾ ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും, ഈർപ്പം അവിടെ പിടിച്ചത്. അവർ 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. അത് സംഭവം തന്നെയാണ് ചാർക്കോൾ. മനസ്സിലായി, വെള്ളത്തിന്റെ അംശത്തെ നിലനിർത്തണം. വെള്ളം ഇമ്പ്യൂരിറ്റീസ് ആവാനായിട്ട്, ഇമ്പ്യൂരിറ്റീസ് ആഡ് ആവാൻ അല്ലെങ്കിൽ അത് അഴുക്കാവാൻ ആ വെള്ളത്തിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ചേർക്കും. ബെസ്റ്റ് വില കുറഞ്ഞത്. അതാണ് എന്റെ കണക്ക്. എത്ര ഉള്ളൂ ഇന്നത്തെ കണക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണുകൾ എങ്ങനെ ഒരു സർജ് വന്നാലോ, സർജാണെന്നൊന്നും അതിനറിയില്ല, എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ അതിന്റെ ഉറവിടത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ എപ്പോഴും റെഡി എന്ന് പറയുന്നത് ലോറിക്ക് ആളെ നിർത്തി വെച്ചേക്കുന്നത്. ഇവരെവിടെ ഉണ്ട് ഉറവിടം? ആ ട്രാൻസ്ഫോർ പോയിന്റ്. അല്ലാത്ത റോഡ് ഏതാ? ഇത് മണ്ണിന്റെ ഭൂമിയാണ്. ഈ ഇലക്ട്രോൺ ബാങ്ക് എന്നുള്ളത് ലൈറ്റ്നിങ് വന്നത്. ഇപ്പൊ ലൈറ്റ്നിങ്ങിനൊക്കെ വരുമ്പോൾ സെപ്പറേറ്റ് ഒരെണ്ണം കൊടുക്കും എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഡിസൈഡ് വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട്.